ചത്ത പച്ച മക്കളെ ഒന്നും നോക്കണ്ട, ധൈര്യത്തിൽ ടിക്കറ്റ് എടുത്തോ. കണ്ടോ, കീട്ടില്ലം പടം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പെർഫോമൻസ് എവ്രി വൺ, ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് പടം. മറ്റുള്ള ഇൻഡസ്ട്രീസ് കണ്ടുപഠിക്കണം. നമ്മളെ മലയാളത്തിൽ എടുക്കുന്ന പടങ്ങൾ എത്ര വ്യത്യസ്തമായ പടങ്ങളാണെന്നുള്ളത് കണ്ടുപഠിക്കണം എവ്രി വൺ. അതായത് ഈ പടത്തിനകത്ത് സ്ലോ മോഷൻ സീൻസ് ആണെങ്കിലും ഫൈറ്റ് സീൻസ് ആണെങ്കിലും എല്ലാം സൂപ്പർവായിട്ട് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് അടിപൊളിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീലാണ്, ഒരു തരി ബോറടി എനിക്കിതിനകത്ത് ഫീൽ ആയിട്ടില്ല. കണ്ടിന്യൂസ് നന്നായിട്ട് നല്ലൊരു ഫീലിംഗ് തന്നെ കിട്ടിയ. അതിനകത്ത് അശോകനാണെങ്കിലും റോഷൻ റോഷൻ എനിക്ക് വേറെ ലെവലായിട്ടാണ് ഈ പടത്തിനകത്ത് ഫീൽ ആയിരിക്കുന്നത്. പിന്നെ പടത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മേക്ക് ഓവർ എല്ലാവർക്കും, ബോഡി മേക്ക് ഓവർ എല്ലാവർക്കും ഉണ്ടായിരുന്നു. സാധാരണ ഇങ്ങനത്തെ പടത്തിൽ കുറെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ബോഡി മേക്ക് ഓവർ ഇല്ലാണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം സിക്സ് പാക്ക് ഒക്കെ അശോകനാണെങ്കിലും റോഷനാണെങ്കിലും സിക്സ് പാക്ക് ഒക്കെ ആക്കിയിട്ട് തന്നെയാണ് പടത്തിലുള്ളത്. പിന്നെ സർപ്രൈസ് എലമെന്റ്, അടിപൊളി സർപ്രൈസ് എലമെന്റ്. പക്ഷെ മച്ചാന്റെ ഒരു ഫസ്റ്റത്തെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്, അത് ഇച്ചിരി ഒരു മാച്ച് ആയിട്ട് ഫീൽ ആയില്ല. പക്ഷേ അതിന് ശേഷം വേറെ ലെവലാണ്. എന്തുകൊണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയാണ് ചത്ത പച്ച. ഫോർട്ട് മട്ടാഞ്ചേരി വേറെ ലെവല്. ഒന്നും നോക്കണ്ട, ടിക്കറ്റ് എടുത്ത് കണ്ടോ. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ റെസ്ലിംഗ് കണ്ട് വളർന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കും. അതിനകത്തുള്ള പല സീന് കണ്ടു കഴിഞ്ഞാലും പഴയ റെസ്ലേഴ്സിന് ഓർമ്മ വരെ വരും. അത്രയും നന്നായിട്ട് പടം എടുത്തിട്ടുണ്ട്. അപ്പൊ ചത്ത പച്ച കാണാൻ പറ്റുന്നവർ തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്ത് കാണുക.